ഒപ്പം ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് സൂരജിനോട് സംസാരിക്കണോ? സൂരജിന് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ ശ്രീമതി KS ചിത്രയ്ക്ക് രാമനാമം ജപിക്കണമെന്ന് പറയാനും വിളക്കുകൾ തെളിയിക്കണമെന്ന് പറയാനും ആർട്ടിക്കിൾ 25 എന്ന ഇന്ത്യൻ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട്. അപ്പോൾ ശ്രീമതി KS ചിത്ര എന്ന് പറയുന്ന ചിത്രാമ്മ, നമ്മളെല്ലാം ആദരിക്കുന്ന കേരളത്തിന്റെ വാനമ്പാടിയായ, മലയാളത്തിന്റെ വാനമ്പാടിയായ, കേരളം കണ്ട ഏറ്റവും വലിയ ഗായികമാരിൽ ഒരാൾ, അവരുടെ ഈശ്വരവിശ്വാസം കാരണം പ്രാർത്ഥനയോടെ വീട്ടിൽ വിളക്ക് തെളിയിക്കണം, രാമനാമം ജപിക്കണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അവരെ ആക്രമിക്കുന്നതിന് എന്താണ് ഇതിന്റെ ലോജിക്? രണ്ട്, നമ്മുടെ ഭരണഘടനയുടെ വാച്ച് ഡോഗ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. 5 അംഗ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വളരെയധികം വാദങ്ങൾ കേട്ട് വർഷങ്ങളെടുത്ത് ഒരു സമവായം ഉണ്ടാക്കിയ കേസാണിത്. നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് വേദന ഉണ്ടായ വിഷയം അവർ അക്സെപ്റ്റ് ചെയ്യുകയും 2.77 ഏക്കറിന് പകരം 5 ഏക്കർ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് കൊടുക്കുകയും അവിടെ പ്രവാചകൻ മുഹമ്മദിന്റെ പേരിൽ ഒരു മോസ്ക് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ അപ്പുറത്ത് അയോധ്യ രാമജന്മഭൂമിയിൽ ശ്രീരാമന്റെ ക്ഷേത്രവും വരുന്നുണ്ട്. അങ്ങനെ ഹാർമോണിയസ് ആയി, സന്തോഷമായി, പോസിറ്റീവായി നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകാൻ എടുത്തു വെച്ച നിലപാടിനെ പിന്നോട്ടടിക്കുന്ന രീതിയല്ലേ ചിത്രാമ്മയെ പോലൊരു വിശ്വാസി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞവരെ ആക്രമിക്കുന്നത്? അവരെ ആക്രമിക്കുന്നതിന് എന്ത് ലോജിക്കാണ്? ചിത്രാമ്മയുടെ എന്ത് ബിംബമാണ്? അതിനൊരു മറുപടി ഒന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, സൂരജ്.